ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സുമി ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൻ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ രണ്ടാമത്തെ ദിവസം നോമ്പ് തുറയുടെ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നോമ്പ് വിശേഷങ്ങൾ, എങ്ങനെയാണ്, എന്തൊക്കെയുണ്ട് നമ്മുടെ നോമ്പ് സംബന്ധിച്ച് നമുക്ക് ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം, ഇന്ന് ചെറിയൊരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പത്തിരിക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പത്തിരി അങ്ങനെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിൽ പിന്നെയാണ് ഈ പത്തിരിയൊക്കെ ഞാൻ പഠിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു ശകലം പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. അതെനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു ടിപ്പാണ്. കാര്യം പഞ്ചസാര ഇടുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ മാവിന് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ പാകത്തിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വേറെ എന്തൊക്കെയാണ് ഇന്ന്, പിന്നെ വേറെ സ്നാക്സായിട്ടൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസും കൂടെ ഒന്ന് തയ്യാറാക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ മാവൊക്കെ ഞാൻ തട്ടി നന്നായിട്ട് വാട്ടി കുഴച്ച് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഞാൻ അതിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിലോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചു കേട്ടോ. ഞാനൊരു കണക്കിനുള്ള വെള്ളം വെക്കും, അതനുസരിച്ച് നമ്മളൊരു ഏകദേശം മാവാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് ഇങ്ങെടുക്കും കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അങ്ങ് അടച്ചു വെക്കും കേട്ടോ. അപ്പം മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആവുമല്ലേ പത്തിരി ഉണ്ടാക്കുന്നത്? അതോ ഇതിൽ നിന്നും കുറച്ചും കൂടെ എന്തെങ്കിലും നല്ല ടിപ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു 5 മിനിറ്റിന് ശേഷം ആ മാവൊക്കെ നമുക്കൊരു പത്തിരി തട്ടിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്താ പറയുകയല്ലേ, ഈ ചൂടനെയുള്ള ഒരു ഇളക്കി മാവ് അങ്ങോട്ട് കൂട്ടിക്കുഴച്ചെടുക്കുക എന്ന് പറയണത് വളരെ ഒരു ടാസ്ക്കായിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, നമ്മൾ ആ ചൂടോടെ ഒന്ന് മാവ് ഒതുക്കിയെടുത്താലേ ആ മാവിന് അതിൻ്റേതായ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മൊത്തം മാവും ഏകദേശം ഒന്ന് ഇളക്കി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൈ നനയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. എന്നിട്ട് പാത്രത്തിലിട്ട് കുഴയ്ക്കുമ്പോൾ നമുക്കത്ര പറ്റില്ല. ഞാനപ്പോൾ നമ്മുടെ സ്ലാബിലോട്ടൊന്ന് മാറ്റി അവിടെ വെച്ച് കുഴച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തൊട്ടൊക്കെ നോക്കി നനച്ച് കൈയൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം, കുഴപ്പമില്ല എന്ന് പറയാം, എന്നാലും ഭയങ്കര ചൂടാണ്, ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ മാവൊക്കെ കുഴയ്ക്കുക അല്ലേ? എന്താ പാടെന്താ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഇതിനിടയിൽ മോള് കുറച്ച് മാവ് ഞാൻ ഇന്ന് ഇതിങ്ങനെ ഉമ്മിക്ക് ഉരുട്ടി താട്ടെ എന്നൊക്കെ പറഞ്ഞ് മോളുടെ കയ്യിൽ കൊടുത്തൊക്കെ താഴെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾ, അല്ലാണ്ട് സമ്മതിക്കില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. എന്നാലും പകലിപ്പോൾ ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ അതേ ഞാൻ കൈ ഒട്ടും തൊടാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. എന്നാലും ഞാനൊന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഇച്ചിരി വെള്ളമൊക്കെ നനച്ച് ഒന്നൊക്കെ റെഡിയാക്കി ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടി കുഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മാവ് എപ്പോഴും നമ്മൾ മാവ് ഉള്ളതിനെ രണ്ടാക്കി എടുത്ത് ആദ്യം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം മാവ് എത്രയാണുള്ളതിനെ 2 or 3 ഇങ്ങനെ ബോൾസാക്കി മാറ്റിയിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് നമ്മൾ കൂട്ടി കുഴയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ തൂകി കൊടുക്കാവേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ട്രിപ്പ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മുടെ ബ്രാത്തിൻ്റെ എന്നൊക്കെ ഞാൻ ഉണ്ടാക്കി കുറച്ചും കൂടെ മാവ് കുറച്ചും കൂടെ നല്ല രീതിക്ക് തന്നെ വന്നു. ഇതിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പത്തിരി കുറച്ചും കൂടെ ബെറ്ററായിരുന്നു എന്ന് പറയാം.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മാവൊക്കെ കൂട്ടിക്കൊഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പത്തിരി ചുടാം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രൈ പാൻ എന്ന് പറയുന്നത് ഈ അളവാണ്, ചെറുതാണ്. അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം വെച്ച് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മാവിലൊന്നും മുക്കി ഇങ്ങനെ ഇട്ട് ആക്കിയൊന്നും എടുക്കത്തില്ല. ഇച്ചിരി ആദ്യം തന്നെ അങ്ങ് പ്രസ് ചെയ്യും, അപ്പോൾ തന്നെ ഇട്ടത് ചൂടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണ്? ഞാൻ കണ്ടയ്ക്കുന്ന ഇവിടെയൊക്കെ ഉമ്മിച്ചിയൊക്കെ ചെയ്യാറുള്ളത് അരിപ്പൊടിയിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാവൊക്കെ കൊട്ടിക്കളഞ്ഞെടുത്ത് വെക്കും. എന്നിട്ട് ഒരുമിച്ച് പരത്തിയെടുത്തിട്ട് ഒരുമിച്ച് ചുട്ടെടുക്കും അല്ലേ, കുറേശ്ശെയായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതാ കുറച്ചും കൂടെ ഈസി. പിന്നെ നമ്മൾ ആ പത്തിരി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തൂകി കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു എണ്ണയുടെ ചെറിയൊരു എപ്പോഴും തൂകണ്ട, നമുക്കൊന്ന് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മാത്രം എണ്ണ തൂകി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സാധാരണ മോൻ വന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ തരാറുണ്ട്, അങ്ങനെയൊക്കെയാണ് പതിവ്. പക്ഷേ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ആളിനെ കളിക്കാൻ പോവാം മീന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി. നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട മോനെ, ക്ഷീണം വരും, എന്നാലും കളിക്കാനല്ലോ ഉമ്മി, ജസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഇത് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ആ റോഡിൻ്റെ സൈഡിൽ തന്നെ എല്ലാവരും കൂടെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. അതിൽ കുറച്ച് പിള്ളേർക്കൊക്കെ നോമ്പുണ്ട്, മോനും ഉണ്ട്, കുറച്ച് പേർക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ പത്തിരി ചുടലത് ഇതുപോലെ വേഗം എനിക്കിതാ കുറച്ചും കൂടെ ഈസി കേട്ടോ. നമ്മൾ അപ്പം തന്നെ അങ്ങ് ജസ്റ്റ് അങ്ങ് ചുട്ടങ്ങ് എടുക്കുകയല്ലേ. എന്നിട്ട് ഞാൻ അത് ചൂട് നിൽക്കുന്ന കാസറോളുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് അത്യാവശ്യം വീർത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ നിന്നും സോഫ്റ്റും കുറച്ചും കൂടെ ടേസ്റ്റും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പത്തിരിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പത്തിരിയുടെ പരിപാടി അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല. ഇന്ന് വീട്ടിൽ പേരയ്ക്ക അത്യാവശ്യം ആയി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാനെ കൊണ്ട് കുറച്ച് നല്ല റെഡ് പേരയ്ക്ക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ച് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട്. പാലും പേരയ്ക്കയും കുറച്ച് ഷുഗറേ ചേർത്തുള്ളൂ, ഒത്തിരി ചേർത്തില്ല. മധുരം ഞങ്ങൾ മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് മധുരം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കുറച്ച് കസ്കസും കൂടെ ഇട്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ തയ്യാറെടുപ്പിലോട്ട് പോകാം കേട്ടോ. വേറൊന്നുമില്ല, ഞാൻ ഒരു അത്യാവശ്യം വലിയൊരു കോഴിയാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ചേ എടുത്തോളൂ, ഒരുമിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇപ്പം കഴിക്കാനും പിന്നെ രാവിലെ ഇടത്തഴം എഴുന്നേൽക്കുമ്പോൾ കഴിക്കാനും ഉള്ളത് മതിയല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ കട്ടിയുള്ള ഇരുമ്പ് ചീനിച്ചട്ടി എണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടൊന്ന് വാട്ടിയ ശേഷം സവാള ആവശ്യത്തിനുള്ളതും കൂടെ ഇട്ട് തക്കാളിയും കൂടെ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വാടി വരണം. ഉപ്പും കൂടെ ഇട്ട് നമ്മൾ സവാള വാട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വാടി വരും. പിന്നെ ഇടയ്ക്കൊന്ന് അടച്ചും കൂടെ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചും കൂടെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് ഒരു കാൽ ഭാഗമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയം നോക്കി തന്നെ ഞാൻ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കൊന്ന് വാടി വരുന്ന ഏകദേശം കുറച്ചും കൂടെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയ്ക്ക് വറുത്തും ഒന്ന് ചേർക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വറുക്കാനായിട്ട് ഞാൻ നോക്കിയില്ല. ഞാൻ നോക്കിയപ്പോൾ സവാള അത്യാവശ്യം നല്ല രീതിയിൽ വാടി വന്നല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികൾ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും ഗരം മസാല പൊടിച്ചതും ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ഇടുന്നത്. ഗരം മസാലയാണ് ഇടുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ചിക്കൻ മസാല, നമ്മുടെ കറി തയ്യാറായി വരുന്ന സമയമാകുമ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കും. എന്നിട്ട് ആദ്യം കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കിഴങ്ങ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മോന് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചിക്കൻ എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കിഴങ്ങിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഗ്രേവി ആയിട്ടും കൂടെ വെക്കുമ്പോൾ പത്തിരിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ചിക്കനും കൂടെ തട്ടി അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവാൻ വയ്ക്കുക. ആ സമയം ഞാനിത് ഇപ്പുറത്ത് നമ്മുടെ ചായയുടെ തയ്യാറെടുപ്പും കൂടെ നോക്കാം. ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇക്കയും മോനും പള്ളിയിൽ പോയിട്ടാണ് അവർ നോമ്പ് തുറക്കുക. അപ്പോൾ ഞാൻ ചെറുകടികളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കാര്യം വീട്ടിലുണ്ടാക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് നമ്മളെല്ലാവരും കഴിക്കും. ഇക്കയും ഞാനും ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി ഉള്ളത് കൊണ്ട് ഇക്കാൻ വറുക്കൽ കഴിവതും കുറച്ചൊക്കെയാണ്. എന്തായാലും അവർ പള്ളിയിൽ നിന്ന് കട്ട്ലറ്റ്
കട്ട്ലറ്റോ സമോസയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ നിർബന്ധമില്ല. എനിക്ക് എന്തെങ്കിലും ജ്യൂസ് ഐറ്റം നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടായാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ചായ തയ്യാറായി. പിന്നെ നമ്മുടെ ഇടയത്താഴത്തിനുള്ള അരിയും കൂടെ അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം തയ്യാറായി. അതോടൊപ്പം തന്നെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ബാങ്കിട്ടു. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് നോമ്പ് തുറക്കാൻ. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈന്തപ്പഴമൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് ദുആ ചെയ്തു. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തിരിച്ച് നമുക്കും എൻ്റെ ഫാമിലിക്കും മറ്റുള്ളവർക്കും ഒക്കെ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണേ. അപ്പോൾ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ കുടിച്ചു. അപ്പോഴേക്കും ഓടിപ്പോയി മഗ്‌രിബും കൂടെ നിസ്കരിച്ച് വന്നപ്പോഴേക്കും അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പത്തിരിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു നോമ്പ് തുറ സിമ്പിളായിട്ട് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് മോളില്ല കേട്ടോ. മോൾ എന്താണാവോ ഇന്ന് ആ സമയമാകുമ്പോൾ ഉറങ്ങി. അല്ലെങ്കിൽ പാവം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു പാത്രത്തിൽ മീമി താട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പവും മീമി എന്നാണ് പറയുന്നത്. ചിക്കൻ അങ്ങനെ ഇറച്ചിയെന്നൊന്നും പറയാനറിയില്ല. അപ്പം മീമി താട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആളിന്നില്ല. അപ്പോൾ അതിന് പകരം ഞങ്ങൾ മൂന്നുപേരും കൂടെയൊക്കെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ സിമ്പിളായിട്ടുള്ള ഞങ്ങൾ മാത്രമുള്ള ഒരു നോമ്പ് തുറയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങളും എല്ലാവരും നോമ്പൊക്കെ തുറന്ന് കാണുമെന്നറിയാം. എല്ലാവരും എന്തൊക്കെ സ്പെഷ്യലാണ് ഇന്ന് ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ലൈവ് വീഡിയോ നിങ്ങൾ മറന്നു പോകണ്ട. ഉച്ചയ്ക്ക് ഞാൻ 2 മണിയാകുമ്പോൾ വരുന്നുണ്ട് എല്ലാ ദിവസവും. അതോടൊപ്പം തന്നെ രാത്രി ഒരു 8 മണി അല്ലെങ്കിൽ 10 മണി. അത് നമ്മുടെ ആ നോമ്പ് തുറന്നതിൻ്റെ ഒരു ക്ഷീണം അനുസരിച്ചിട്ടാണ്. അതനുസരിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ഒന്ന് നമ്മൾ ലൈവ് വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഷോർട്സിൻ്റെ സമയം ഇപ്പോൾ ഞാൻ രാവിലെ 10 മണിക്കും പിന്നെ ഒരു 3:45 വൈകിട്ടാകുമ്പോഴാണ് ഇടുന്നത്. കാര്യം നമ്മുടെ നോമ്പിൻ്റെ ടൈമാണ്. നമുക്ക് വ്യൂസൊക്കെ എനിക്ക് ഈ ഒരു ടൈമിൽ ഇടുമ്പോഴാണ് ഒന്ന് ഓക്കെ ആവുന്നത് കേട്ടോ. രാവിലെ 10 മണിക്കും വൈകിട്ട് ഒരു 3:45 ആകുമ്പോൾ വീഡിയോസ് ഞാൻ ഒരെണ്ണം രാവിലെ ഇടും, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇടും, പിന്നെ ഒരെണ്ണം ഒരു ഉച്ചയാകുമ്പോൾ ഇടും. അങ്ങനെയാണ് 2 വീഡിയോസ് വെച്ച് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ പേരയ്ക്കയും നമ്മുടെ പാലും വെച്ച് അടിച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് അതെ അവർ രണ്ടുപേരും കുടിക്കുകയാണ്. ഞാൻ കുടിച്ചു. കുറച്ച് ബാലൻസ് വന്നു, അത് ഞാനങ്ങ് കുടിച്ചു കേട്ടോ, കപ്പിലിരുന്നത്. അങ്ങനെ ഇക്കയും മോനും ജ്യൂസൊക്കെ കുടിച്ചു. പക്ഷേ മോന് ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റുന്നില്ല. കാര്യം അവനാകെ 2-3 പത്തിരിയും പിന്നെ പള്ളിയിൽ പോയപ്പം കട്ട്ലറ്റ് 2 കഴിച്ചു എന്ന് പറഞ്ഞ് ചായയും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ജ്യൂസ് അവൻ കുറച്ച് കുടിച്ചിട്ട് പിന്നെ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിച്ചത്. അതിനിടയിൽ മോളൊന്ന് എഴുന്നേറ്റ്. അപ്പോൾ അതേ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട് ഇന്ന്. എന്നിട്ട് വാപ്പിയുടെ തോളത്തൊന്ന് കിടക്കുകയാണ്. അപ്പോൾ ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം വേണമെന്ന് പറയും, പിന്നെ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. മോൾക്ക് ഞാൻ അടിച്ച സമയത്ത് തന്നെ കുറച്ച് കൊടുത്തായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി ബാലൻസ് കളയേണ്ടി വന്നു. അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നല്ല ജ്യൂസായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും ഒരു ഇച്ചിരി കൂടെ കട്ടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ കസ്കസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. എൻ്റെ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.